മോളെ അമ്മ പറയണ കേക്ക്. എടാ അമ്മയ്ക്ക് ശമ്പളം വന്നാലല്ലേ പറ്റുള്ളൂ. ആ അത് അവര് 2 ദിവസം കഴിയുമ്പോ ശരിയാവും, അടുത്ത മാസം ശരിയാവും എന്നൊക്കെയല്ലേ പറയണേ. ആ ഇപ്പൊ തന്നെ ഒന്ന് നോക്ക. അമ്മ ഒരു സാരി മേടിച്ചിട്ട് എത്ര നാളായി? 3-4 വർഷമായിട്ടേ. മോക്ക് ഈ വർഷം 2 ഡ്രസ്സ് എടുത്തു തന്നില്ലേ അമ്മ? അങ്ങോട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. മിടുക്കിയായിട്ട് അവിടെ ഇരിക്കെ. മാഡം, ഞാനൊരു കംപ്ലൈന്റ് പറയാനാ വന്നിനി. ആ പറഞ്ഞു. ഞാൻ താമരശ്ശേരിക്ക് പോകാൻ വേണ്ടിട്ട് ആ ഇൻഫർമേഷൻ സെന്ററിൽ വന്നിട്ട് താമരശ്ശേരിക്ക് എപ്പം ബസ് എന്ന് ചോദിച്ചു. എന്നാൽ ആടെ ഇരിക്കുന്ന അയാള് എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി. ആ എന്താ പേര്? അയാളെ പേര് എനിക്കറിയില്ല. അല്ല അയാളുടെ അല്ല, സാറിന്റെ പേരെന്താ? എന്റെ പേരാ? എന്റെ പേര് രാഘവൻ. താമരശ്ശേരി എന്റെ മോള് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. ആടെ ഞാൻ താമസം. എല്ലാ മാസവും ഞാൻ പെൻഷൻ കിട്ടിയാൽ ആട്ടേക്ക് എന്റെ മോളെ കുഞ്ഞളെയും കാണാൻ വേണ്ടിട്ട് പോകലുണ്ട്. അപ്പൊ ഇന്നിപ്പം ബസ്സിന്റെ ഇത് ചോദിക്കുമ്പോ അയാൾ വളരെ മോശമായിട്ട് അത് അയാൾ പേരിൽ നടപടി എടുക്കുക തന്നെ വേണം. വേണം വേണം. സാറെന്താണ്? ഞാൻ സ്കൂളിൽ നിന്ന് പിരിഞ്ഞ മാഷാണ്. അപ്പൊ മാഷ് പെൻഷനായിട്ട് ചെറുമക്കളെയൊക്കെ കാണാൻ പോകുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും സാധനമൊക്കെ മേടിച്ചു കൊടുക്കാം. ഈ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോഴും ശമ്പളം കൃത്യമായിട്ട് കിട്ടില്ലായിരുന്നു അല്ലേ? ശമ്പളം കിട്ടും. അപ്പോഴും നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കും. നടക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്തറിയോ, ഞങ്ങൾ ഇങ്ങനെ ജോലി ചെയ്യാന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് കൃത്യമായിട്ട് ശമ്പളം ഒന്നും കിട്ടണില്ല. ഇനി അഥവാ തന്നാൽ തന്നെ ചിലപ്പോ പകുതി ശമ്പളമൊക്കെ വരിക. ശമ്പളം കിട്ടുന്നില്ലേ? ഇല്ല. പിന്നെ പെൻഷനായി പോയാലും കൃത്യമായിട്ട് പെൻഷൻ കിട്ടുമൊന്നുമില്ല. അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഇതേ. അപ്പൊ ഇവിടെ ഞങ്ങൾ ഇങ്ങനെയെങ്കിലും ജോലി ചെയ്യണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെ അഭിമാനം തോന്നാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരാളായിരിക്കും ഇപ്പൊ ആ ഇൻഫർമേഷൻ സെന്ററിൽ ഇരുന്ന് ജോലി ചെയ്യണതേ. പുള്ളിക്ക് ചിലപ്പോൾ ശമ്പളം വന്നിട്ടുണ്ടാവില്ല. മാഷൊന്ന് ആലോചിച്ച് നോക്കിയേ, മാഷായിരുന്നു ഞങ്ങളുടെ സ്ഥാനത്തെങ്കിൽ ഇങ്ങനെ ജോലി ചെയ്യണേ എങ്ങനെയായിരിക്കും? സമ്മതിക്കുമോ? പെൻഷൻ കിട്ടാതെ വന്നാ, 1 മാസം താമസിച്ചാ സമ്മതിക്കില്ല. അതാണ് മാഷേ. അപ്പൊ മാഷക്ക് എന്താ പരാതി ഉണ്ടോ? എന്താ പരാതി? പരാതിയൊന്നുമില്ല. ഇല്ലല്ലേ? ഇല്ല. ശരി മാഷ്. സത്യശീല ഒന്ന് കേട്ട് വരൂ എൻ്റെ ഓഫീസിലേക്ക്. അല്ല എപ്പൊ തന്നെ വരൂ. ഓരോരോ പരാതികൾ ഓരോ ദിവസവും. മറിമായം